ഹലോ പ്രിയപ്പെട്ടവരെ, മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്ത തമിഴ് സിനിമയാണ് പേരൻപ്. ഇപ്പോൾ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മറ്റൊരു ചിത്രം കൂടി താൻ ചെയ്യാനൊരുങ്ങുകയാണെന്ന് റാം വ്യക്തമാക്കി. അതിൻ്റെ കഥ മമ്മൂട്ടിയോട് പറയുകയും അദ്ദേഹത്തിന് ആ കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് മമ്മൂട്ടി ഒരു മാസം മുമ്പ് തന്നെ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ ആ കഥയെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ തനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചെന്നും സംവിധായകൻ റാം പറഞ്ഞു. രജനീകാന്ത് ഉൾപ്പെടെ വമ്പൻ താരങ്ങളുമായി ലോകേഷിൻ്റെ കൂലി എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മോളിവുഡിൽ നിന്നും സൗബിനും, തെലുങ്കിൽ നിന്നും നാഗാർജുന, കന്നഡയിൽ നിന്നും ഉപേന്ദ്ര, തമിഴിൽ നിന്നും രജനീകാന്തും ലോകേഷും ചിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ബോളിവുഡിൽ നിന്നും ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി അമീർ ഖാനാണ് എത്തുന്നത്. ദഹ എന്ന നെഗറ്റീവ് റോളിലായിരിക്കും അമീർ ഖാൻ കൂലിയിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് വരുന്ന സൂചനകൾ. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിലെത്തുന്ന ചിത്രം വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് എത്തുന്നത്. കഴിഞ്ഞ ലോകേഷ് പടത്തിൽ റോളക്സ് തരംഗമായപ്പോൾ ഇത്തവണ ദഹ എന്ന റോളിൽ അമീർ ഖാൻ തരംഗമാകുമോ എന്നാണ് സിനിമാ ലോകം ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നത്. 2025 ഓഗസ്റ്റ് 14 റിലീസാവുന്ന ചിത്രത്തിനായി വമ്പൻ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായും കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്